എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന ബുക്കിൻ്റെ പേരാണ് മാൻ സെർച്ചിങ് ഫോർ മീനിങ്. ഇതിൻ്റെ ഓഥർ വിക്ടർ ഇ ഫ്രാങ്കൽ ആണ്. നമുക്ക് നേരെ റിവ്യൂയിലോട്ട് കിടക്കാം. സോ ഇതാണ് ഈ ബുക്കിൻ്റെ കവർ പേജ്. ചെറിയൊരു ബുക്കാണ്. ഇതിൽ കണ്ടന്റ് വരുന്നത് ഓൾമോസ്റ്റ് 150 പേജുകളാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു അടിക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്, ദ ക്ലാസിക് ട്രിബ്യൂട്ട് ടു ഹോപ്പ് ഫ്രം ദ ഹോളോകോസ്റ്റ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും ഹോളോകോസ്റ്റ് സർവൈവ് ചെയ്ത ഒരാളാണ് ഈ ബുക്ക് എഴുതിയേക്കണേന്ന്. പക്ഷേ ഈ ബുക്ക് ഞാൻ എടുക്കാൻ കാരണം ഇതിൻ്റെ മെയിൻ ടൈറ്റിൽ തന്നെയാണ്, മാൻ സെർച്ച് ഫോർ മീനിങ്. നമ്മളിൽ ആരാണ് നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ് എന്താ, മീനിങ് എന്താണെന്ന് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കാത്ത പലരും ജീവിതത്തിൽ അവരവർ സെർച്ചിങ് ആയിട്ടുള്ള കാര്യമാണ് അവരുടെ ലൈഫിൽ മീനിങ് എന്താ, പർപ്പസ് എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓരോന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴി നമ്മൾ നമ്മുടെ മീനിങ് എന്താണെന്നും പർപ്പസ് എന്താണെന്നും അറിയാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ബുക്കിൽ എന്താ പറയണതെന്ന് നമുക്ക് നോക്കാം. ഈ ബുക്ക് എഴുതുമ്പോണ്ടല്ലോ, ആളിത് പബ്ലിഷ് ചെയ്യുമ്പോൾ ശരിക്കും ആൾക്കറിയില്ല ഹോളോകോസ്റ്റ് സർവൈവ് ചെയ്യോ ഇല്ലയോ എന്ന്. കാരണം ആള് ഹോളോകോസ്റ്റിൽ കാണുന്നത് ആളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച ആള് പിറ്റേ ദിവസം മരിച്ചു പോകുന്നൊക്കെയാണ് ആള് കാണുന്നത്. അപ്പോൾ ആളുടെ പേര് വെച്ച് പബ്ലിഷ് ചെയ്യാന്നുള്ളൊരു പ്ലാൻ ആളുണ്ടായില്ല. ആളുടെ പ്രിസണറിന്റെ നമ്പർ ഉണ്ടായിരുന്നു. ആ നമ്പർ വെച്ചിട്ട് പബ്ലിഷ് ചെയ്യാന്നാണ് ആള് വിചാരിച്ചത്. പക്ഷെ ലേറ്റർ ഓൾറെഡി ആളൊരു പ്രൊഫസറാണ്, ഒരു ലോഗോ തെറാപ്പിയിൽ ആൾ പ്രൊഫസറാണ്. അപ്പോൾ ഈ നമ്പർ ഒഴിച്ച് ആൾ ശരിക്കും ഹോളോകോസ്റ്റ് സർവൈവ് ചെയ്തതിന് ശേഷമാണ് ഈ ബുക്ക് ആളുടെ പേരിൽ പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഈ ബുക്കിൽ കാണുന്ന 12 മില്യൺ കോപ്പീസ് സോൾഡ് ആണ്. ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഗൂഗിളിൽ നോക്കിയപ്പോൾ ഇത് ഓൾമോസ്റ്റ് 16 മില്യൺ കോപ്പീസാണ് സോൾഡ് ഔട്ട് ആയണേ. ഇപ്പോൾ ഈ ബുക്കിനുണ്ടല്ലോ 2 പാർട്ടാണ് ഉള്ളത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ആളുടെ ക്യാമ്പിലുണ്ടായ അനുഭവങ്ങളാണ്. എന്തൊക്കെ അവിടുത്തെ കഠിനമായ ശിക്ഷകളാണ് ഈ SS ക്യാമ്പുകാർ, അതായത് നാസീസ് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്ന്. രണ്ടാമത്തത് ആളുടെ സൈക്കോ തെറാപ്പി. ആളതിനെ ആ ഒരു ഡൈവേഷൻ മാറി ലോഗോ തെറാപ്പിയിലോട്ട് കടന്നു. അപ്പോൾ ലോഗോ തെറാപ്പിയുടെ ഉപകാരങ്ങളും എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് ലോഗോ തെറാപ്പി മീൻ ചെയ്യുന്നതെന്നുള്ളത് അത് കണ്ടന്റാണ് രണ്ടാമത്തെ പാർട്ടിലായിട്ടുള്ളത്. അപ്പോൾ ഈ ബുക്കിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കുറേ എക്സ്പീരിയൻസ് നമുക്ക് ഇതിലൂടെ കടന്നു പോകും. ഹോളോകോസ്റ്റിലുണ്ടായ സംഭവങ്ങൾ, നമുക്ക് ആകെ ഓഷ്വിറ്റ്സിലുണ്ടായ ഗ്യാസ് ചേമ്പർ കഥകൾ മാത്രമേ നമുക്ക് അറിയുള്ളൂ, അവരെ കത്തിക്കുന്നു. പക്ഷെ അതിലുപരി അവരെ അവിടുത്തെ പണി എടുപ്പിച്ച് ടോർച്ചർ ചെയ്ത കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലത്തെ ഓരോ കഥകളും അവർ സഫർ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് വായിക്കാൻ പറ്റും. അപ്പോൾ വിക്ടർ ഇ ഫ്രാങ്കൽ എന്ന് പറഞ്ഞ മനുഷ്യൻ ഇതിൽ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ലൈഫിലെ മീനിങ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് സഫറിങ്ങിലൂടെ കടന്നു പോകണം. എന്ത് സഫറിങ്? അർത്ഥമുള്ള സഫറിങ്, അതായത് മീനിങ് ഉള്ള സഫറിങ്ങിലൂടെ കടന്നു പോയാൽ നമുക്ക് നമ്മുടെ ലൈഫിന്റെ മീനിങ് മനസ്സിലാവുന്നതാണ് പറയണത്. അതായത് ചുമ്മാ സഫർ ചെയ്താൽ അത് ശരിക്കും മാസോക്കിസം എന്ന് പറയും, നമ്മളെ കഷ്ടപ്പെടുത്തുക. അങ്ങനെയല്ല, ശരിക്കുള്ള കഷ്ടപ്പാടിലൂടെ പോകുമ്പോഴായിരിക്കും നമുക്ക് നമ്മുടെ ലൈഫിന്റെ മീനിങ് മനസ്സിലാവുക. ഈ ബുക്കിന്റെ കുറേ പേരൊക്കെ ഈ ബുക്ക് മേടിച്ച് വായിച്ചത് ആക്ച്വലി ഞാൻ എൻ്റെ ലൈഫിൽ ഇത് എന്ത് പർപ്പസാണ്, എന്ത് മീനിങ് ആണ് ഉണ്ടാവുക, ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും എന്നാണ് നമ്മളത് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ മേടിക്കുന്നത്. ഓക്കെ, ഈ ബുക്ക് വായിച്ചു കഴിയുമ്പോൾ എൻ്റെ ലൈഫിന്റെ പർപ്പസ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു കരിയർ വഴിയിലേക്ക് ഫോക്കസ് ചെയ്ത് അങ്ങനെ പോയി എൻ്റെ ലൈഫ് സക്സസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ആൾക്കാർ ഈ ബുക്ക് മേടിക്കുന്നത്. പക്ഷെ വിക്ടർ ഇ ഫ്രാങ്കൽ പറയണത് സംഭവം അതല്ല. നമ്മൾ ചൂസ് ചെയ്ത ലൈഫിലൂടെ നമ്മൾ സഫർ ചെയ്യുന്നത് എന്താണോ അതിൽ കൂടെ ആയിരിക്കും നമുക്ക് നമ്മുടെ മീനിങ് മനസ്സിലാവുന്നതാണ് വിക്ടർ ഇ ഫ്രാങ്കൽ ഈ ബുക്കിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. വിക്ടർ ഇ ഫ്രാങ്കൽ ശരിക്കും ആൾക്ക് US പോകാനുള്ള വിസ ഉണ്ടായിരുന്നു വേൾഡ് വാർ തുടങ്ങുന്നതിനേക്കാളും മുന്നേ. പക്ഷേ ഇങ്ങനൊരു സംഭവം നാസി ക്യാമ്പുകൾ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് ജർമ്മനിയിൽ തന്നെ നിൽക്കുകയായിരുന്നു. കാരണം എന്താ വെച്ചാൽ ആളുടെ പാരൻസ്, ആളുടെ വൈഫ്, ആളുടെ കുട്ടികൾ, ആളുടെ ബ്രദർ, ഇവരൊക്കെ ഇവിടെ പെട്ടുപോകും. മാത്രം രക്ഷപ്പെടണ്ടെന്നുള്ള തോട്ട് പ്രോസസ്സിൽ നിന്നിട്ട് ആളും ഓഷ്വിറ്റ്സിലേക്കും വേറെ പല ക്യാമ്പുകളിലേക്കായിട്ട് പോയിട്ട് എന്നിട്ട് അത് സർവൈവ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഇവർ ക്യാമ്പിലാണെങ്കിൽ കൂടിയും ഇവർ കാണുന്ന കാഴ്ചകളൊക്കെ തൊട്ടടുത്ത ആൾക്കാർ മരിച്ചു വീഴുന്നു, പിന്നെ ഒട്ടും ഒരു തരി പോലും മാംസമില്ലാത്ത ആൾക്കാരെ കൊണ്ട് പട്ടിപണി എടുപ്പിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളാണ് കാണുന്നത്. പക്ഷെ എന്നാൽ കൂടി ഈ പ്രിസണേഴ്സ്, ഗ്യാസ് ചേമ്പേഴ്സിന്റെ വിക്ടിം, ഇവർ മരിക്കുന്നതിന് മുന്നേ അവർ പാട്ട് പാടുകയും അവർ ആ ഹട്ടിൻ്റെ ഉള്ളിൽ അവരെങ്ങനെയൊക്കെ സന്തോഷം കണ്ടെത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ സന്തോഷം കണ്ടെത്തായിരുന്നു. ഇനി ഇവർക്ക് ചില സമയത്ത് ഇവർക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റണത് എന്താ വെച്ചാൽ, ഇവർക്ക് ഡോപ്പമൈൻ കിട്ടുന്നത് ആകെ സിഗരറ്റ്സ് കൊടുക്കും, പിന്നെ സൂപ്പ് കൊടുക്കും, അതും വെള്ളം നിറച്ച സൂപ്പുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവരോട് അഡ്ജസ്റ്റ് ചെയ്തിരുന്നത്. എന്നാൽ അവർ ഈ സഫറിങ്ങിലൂടെയും ഇവർ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ മീനിങ്, ലൈഫിൽ ഹാപ്പിനെസ് കണ്ടെത്താൻ നോക്കി. അപ്പോൾ ഇതിൽ കുറേ പേര് ഇതായിട്ടും ഇവർക്ക് ലൈഫിൽ എന്താ അർത്ഥം എന്ന് മനസ്സിലാക്കാത്തവരുണ്ട്. ഇനി ചില ഇൻസിഡൻസുകളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അത് നിങ്ങൾ
ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഇൻസിഡൻസ് മനസ്സിലാവും. എന്നാലും ഞാനതിൽ ഒരു സ്റ്റോറി പറയാം. ഇവരുടെ കൺമുന്നിൽ വീണ് മരിച്ചു കിടക്കുന്ന ആൾക്കാരുടെ കാഴ്ചകൾ കണ്ടിട്ടും ഇവർക്കുണ്ടല്ലോ, ഇവർക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. എന്നിട്ട് ഒരാൾ വയ്യാതിരിക്കുന്നത് കാണുമ്പോൾ ഇവർക്ക് ആകെ കിട്ടിയൊരു ചെറിയ കഷ്ണം ബ്രെഡ് ആയിരിക്കും, അതുവരെ അവർ കൊടുക്കും. അത് കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം, അതായത് ഞാൻ ഒരാളെ ഹെൽപ്പ് ചെയ്തല്ലോ എന്നുള്ളൊരു ആ ഒരു സന്തോഷം. അങ്ങനെ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു ഇൻസിഡൻസും സന്തോഷങ്ങളെ പറ്റിയിട്ടാണ് ഈ ബുക്കിൽ ചെറിയ ചെറിയ ഇൻസിഡൻസ് ആയിട്ടാണ് വിക്ടർ ഇ ഫ്രാങ്കൽ ഈ ബുക്കിലൂടെ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്. അതിനുശേഷം ആളൊരു സൈക്കോ തെറാപ്പിസ്റ്റ് ആണെന്ന് അവിടുത്തെ ക്യാമ്പിലെ ജനറൽസിനല്ല, പക്ഷേ ഇവരെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡിസിപ്ലിൻ നോക്കിയിരുന്നതും ആക്ച്വലി ജൂയിഷ് പീപ്പിൾ ആയിരുന്നു. അപ്പോൾ അവർക്ക് ഇങ്ങേര് മറ്റുള്ളവർക്ക് ഉന്മേഷം പകർന്നു കൊടുക്കുന്നതും മോട്ടിവേറ്റ് ചെയ്യണമെന്ന് കണ്ടിട്ട് ആളെ ആക്ച്വലി ഒരു തെറാപ്പിസ്റ്റ് തന്നെ ആക്കി. അപ്പോൾ മരിച്ചു കിടക്കുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ വയ്യാതിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയി സംസാരിച്ച് അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി അവരുടെ മെൻ്റൽ ഹെൽത്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിക്ടർ ഇ ഫ്രാങ്കൽ ശ്രമിച്ചിരുന്നു. ആളുടെ കൂടെ വേറെ കുറച്ച് ഡോക്ടർമാരുണ്ടായിരുന്നു. എന്നാലും അവർക്ക് അങ്ങനെ സ്പെഷ്യൽ ഡെസിഗ്നേഷനോ പോസ്റ്റോ ഒന്നല്ല. അവർക്ക് കിട്ടുന്നതും, അതായത് ഈ ഡോക്ടേഴ്സിന് കിട്ടുന്നതും ഒരു കഷ്ണം ബ്രെഡും കുറച്ച് സൂപ്പും ഒരു ദിവസം ഒരു സിഗരറ്റ് 2 സിഗരറ്റ് വെച്ചിട്ടാണ് ഇവർക്ക് കിട്ടുന്നുണ്ടായിരുന്നത്. എന്നാൽ കൂടിയും ആള് അവസാന കാലഘട്ടങ്ങളിലാക്കുകയും ഭയങ്കര റെസ്പെക്റ്റഡ് ആയിരുന്നു. ഈവൻ ജർമ്മൻസിൻ്റെ ഇടയിൽ ആള് റെസ്പെക്റ്റഡ് ആയി വന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ബുക്ക് വായിച്ചു കഴിയുമ്പോഴല്ലോ, ഇതിൽ വായിക്കുന്നവർക്ക്, അതായത് ആ സമയത്ത് അവരുടെ 2 ടൈപ്പ് മെൻറ്റാലിറ്റിയുള്ള ആൾക്കാരായിരിക്കും ഈ ഗ്യാസ് ചേമ്പേഴ്സ്, ഓഷ്വിറ്റ്സ് അവിടെ നിന്ന് രക്ഷപ്പെട്ട ആൾക്കാർക്ക്. ഒന്ന്, അവരുടെ ഫാമിലി എല്ലാവരും മരിച്ചിട്ടുണ്ടാവും. ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ആൾക്കാർ, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം, അങ്ങനത്തെ ആൾക്കാരായിട്ടാണ് ഒന്ന് പുറത്തിറങ്ങിയത്. രണ്ടാമത്തത്, ഈ സഫറിങ്ങിലൂടെ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞാൻ ഗ്യാസ് ചേമ്പറിലൂടെ കഷ്ടപ്പെട്ട് വന്നതാണ്, ഞാൻ അവിടെ നിന്ന് സർവൈവ് ചെയ്താണ്, അതുകൊണ്ട് ഞാൻ എന്തുകൊണ്ടും കേപ്പബിൾ ആണെന്ന് ചിന്തിക്കുന്നവരും ഈ 2 ആൾക്കാരായിട്ടാണ് പുറത്തു വന്നത്. ഇതിൽ വിക്ടർ ഇ ഫ്രാങ്കൽ എന്ന് പറയുന്ന മനുഷ്യൻ രണ്ടാമത്തെ കാറ്റഗറിയിലായിരുന്നു. ഈ ക്യാമ്പിൽ ശരിക്കും ആള് പലതരം മനുഷ്യരെ പരിചയപ്പെട്ടിരുന്നു. അതായത് ഒരു വലിയ ബാങ്കിലെ വലിയ ഉദ്യോഗസ്ഥൻ, ഒരു ഡോക്ടർ, ഒരു ജനറൽ, അങ്ങനത്തെ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ഇവർക്ക് കോസ്റ്റ് ചെയ്ത് ഫ്രീഡമാണ്. അവരുടെ ഡ്രസ്സ്, അവരുടെ ക്ലോത്ത്സ്, അവരുടെ ആൾക്കാർ, അവരുടെ ഫുഡ്, അവരുടെ ലക്ഷറി, അവരുടെ വീടുകൾ, ഇതെല്ലാം കോസ്റ്റ് ചെയ്തിട്ട് അവസാനം ഒരു ചെറിയൊരു തുണി മാത്രം എടുത്ത് അവിടെ പണിയെടുക്കേണ്ട, അതായത് ജാക്കറ്റ് പോലും ഇല്ല, അത്രയും വിൻ്ററിൽ ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ആൾക്കാരായിട്ട് മാറി. ഇതായിരുന്നു അവരുടെ അവസ്ഥ. അപ്പോൾ എല്ലാ ഫ്രീഡം അവരുടെ ഉള്ളിൽ നിന്ന് കീറിക്കളഞ്ഞിരുന്നു. ബുക്ക് വായിക്കുമ്പോണ്ടല്ലോ, നമുക്ക് ചില സമയത്ത് വായിക്കുമ്പോൾ നമുക്ക് തോന്നിത്തുപോകും, നമ്മുടെ പ്രശ്നങ്ങളും ഒരാളുടെ പ്രശ്നങ്ങളും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിനേക്കാൾ ഇങ്ങനെ ഹോളോകോസ്റ്റ് സർവൈവ് ചെയ്ത ആൾക്കാർ ഇങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയിലായിരുന്നു അവിടെ നിന്ന് പുറത്തിറങ്ങിയവർ എന്ന് നമുക്ക് മനസ്സിലാക്കും. ഈ ബുക്ക് വായിച്ചാൽ ആക്ച്വലി നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് ധൈര്യത്തോടെ നേരിടാം. അതിനുള്ളിൽ ആ നേരിട്ട് കഴിഞ്ഞാലുള്ള അതിൻ്റെ ഫലങ്ങൾ ആക്ച്വലി വളരെ വലുതാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നമുക്ക് സീരിയസ് ആയിട്ട് ലൈഫ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും സ്യൂട്ടബിൾ ആയിട്ടുള്ള ബുക്കാണ് മാൻ സെർച്ച് ഫോർ മീനിങ്. അപ്പോൾ ഈ ബുക്ക് മേടിക്കാനുള്ള ആമസോൺ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ, മാൻ സെർച്ച് ഫോർ മീനിങ്. അടുത്തൊരു ബുക്ക് റിവ്യൂമായിട്ട് ഉടനെ കാണാം. ബൈ ബൈ.